ഹായ്, എൻ്റെ പേര് ശ്രീനാഥാണ്. ഞാനിന്ന് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് വന്നു. ഇപ്പം ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പം എയർപോർട്ട് കണ്ടപ്പം ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ എൻട്രൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി ടാക്സിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ഉടനെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. എന്താ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, കാം ആൻഡ് റിലാക്സിങ് ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉള്ളിലോട്ട് കയറുവാണ്. സെക്യൂരിറ്റീന് ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിച്ചു കൊടുത്തു, പിന്നെ ഉള്ളിലോട്ട് വിട്ടു. പിന്നെ ഉള്ളിൽ പോയി ബാഗേജ് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വെച്ചിട്ട് ക്യൂവിൽ നിൽക്കുവാണ്. സോ അവിടുത്തെ കാഴ്ചയാണിത്. ഒരു നല്ല ക്യൂ ഉണ്ടായിരുന്നു. സോ ബാഗേജ് കൊടുത്ത് അവിടുന്ന് കുറച്ചൊന്ന് നടന്ന് മുമ്പിലോട്ട് വന്നപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ഉണ്ടായിരുന്നു. ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടായിരുന്നു ഈ വാട്ടർഫാൾസിന്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോഴും നല്ലൊരു സ്പേഷ്യസ് ഒരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. അത് കണ്ട് മെല്ലെ ഒന്ന് നടന്നു മുമ്പിലോട്ട് നടന്നുകൊണ്ട് വരുന്ന വഴിയിൽ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് കണ്ടു. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് മാത്രമല്ല, കുറേ ഷോപ്സ് ഉണ്ട്. ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ ഷോപ്സ് ഉണ്ട്, പിന്നെ ആർട്ടിഫാക്ട്സ് ഉണ്ട്. എല്ലാം ഭയങ്കര എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സിൽ കയറി. ആ റെസ്റ്റോറൻറ്റ്സിൽ എനിക്ക് തോന്നി റേറ്റ് വൈസ് വെരി എക്സ്പെൻസീവ് ആയിരുന്നു, വെരി വെരി എക്സ്പെൻസീവ്. നമ്മളുടെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചറിന് കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ട് ഈ സ്റ്റോഴ്സൊക്കെ ഒന്ന് കയറി ഒന്ന് പ്രൈസൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കാണാൻ അത്രയും നല്ല രസമുണ്ടാവും. അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഇൻഫാക്റ്റ് ചില ഷോപ്സിൽ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഗോൾഡ് വിൻ ആവാൻ ചാൻസസും ഉണ്ട്. ഇത് ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി കുറേ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്, സെൻറ്റേഴ്സ് ഉണ്ട്. ബട്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് കുറേ സ്ഥലത്തൊക്കെ. ആക്ച്വലി ഈ എയർപോർട്ട് വന്നിട്ട് അറൗണ്ട് സിറ്റി സെൻറ്ററിൽ നിന്ന് 35 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ എത്താൻ. വരുന്ന വഴിക്ക് ഒരു ഇൻ്റർനാഷണൽ ഫീലും ഉണ്ട്. റോഡ്സൊക്കെ കുറച്ച് നല്ല വൈഡായിട്ടുണ്ട്. രണ്ട് സ്ഥലത്തിലും മരങ്ങളും നല്ല ഗ്രാസസും ഒക്കെ ആയിട്ട് നല്ലതായിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്കും. ഇത് നോക്കി ഐറിഷ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് എൻ്റെ ടെർമിനലിലോട്ട് പോകുന്ന വഴിക്ക് കുറേ ഷോപ്സ് ഡെക്കറേറ്റീവ് ഷോപ്സ്, എല്ലാ ഐറ്റംസിൻ്റെ ഷോപ്സ് ഇവിടെ ഉണ്ട്. അങ്ങനെ നടന്നു. കുറച്ച് ഫോറിൻ എക്സ്ചേഞ്ച് വേണമായിരുന്നു, അതൊന്ന് എക്സ്ചേഞ്ച് ആക്കി. അപ്പം നമ്മുടെ പ്ലേസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഫ്ലൈറ്റിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഏതേത് സ്ഥലത്തിലാണ് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് പോവാണ്. ഈ എയർപോർട്ടിൽ കുറേ ഗ്രീനറി ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ നോക്കിയാൽ ഇതെല്ലാം നാച്ചുറൽ ട്രീസാണ് കേട്ടോ. ഇതൊന്നും ആർട്ടിഫിഷ്യൽ ട്രീസ് അല്ല. സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ലൈവ്ലി ആയിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ ഉള്ളിലായി സൺലൈറ്റ് ഇല്ലെങ്കിലും ഇത് നന്നായിട്ട് ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസ്, ഈ ചെടികൾ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അറിയത്തില്ല, പക്ഷേ നന്നായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. രണ്ട് സ്ഥലത്തും രണ്ട് ഭാഗത്തായിട്ടുണ്ട്. ഇതൊരു റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ ഇവിടെയും കുറേ മരങ്ങൾ മാതിരി നട്ട് വെച്ചിരിക്കുവാണ്. കാണാൻ നല്ല രസമുണ്ട്. ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ. എൻ്റെ ടെർമിനലിൽ എത്തി. അപ്പം ലൈറ്റിങ്സൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിൽ നോക്കിയത് ബാംബൂവിൻ്റെ സ്റ്റിക്കിലുണ്ടാക്കിയ മാതിരി ഉണ്ട് ആക്ച്വലി. കുറച്ച് മുമ്പിലോട്ട് വന്നപ്പം പിള്ളേർക്ക് കളിക്കേണ്ട സ്ഥലം കണ്ടു. പിള്ളേരിനൊന്നും കണ്ടില്ല. മോസ്റ്റ് പ്രോബ്ലി ഇന്ന് പിള്ളേർ ആരും എയർപോർട്ടിലോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നടന്നപ്പം ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യേണ്ട സ്ഥലം കണ്ടു. പക്ഷേ നമുക്കത് വേണ്ട, ഓൾറെഡി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട്. പിന്നെ ഒരു ചെറിയ റൂം, ബാംബൂ സ്റ്റിക്കിൽ കെട്ടിയ റൂംസ് ഉണ്ട്. പിന്നെ കുറച്ച് മരങ്ങൾ പിന്നെയും കണ്ടു. ഇതൊക്കെ പഴയ മരങ്ങൾ മാതിരി തോന്നുന്നു. നല്ല വലുപ്പമുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിൽ നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട്.
അത് ആദ്യം പറഞ്ഞ മാതിരി ഇതിന് സൺലൈറ്റ് വേണമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, വേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ഇവർ ഇതിനെ കൊണ്ടുപോയി വെളിയിൽ വെച്ച് ഉള്ളിലോട്ട് വെക്കുമായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീനായിട്ട് കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വാട്ടർഫോൾസൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർക്കൂടെ നല്ല കാഴ്ച കേട്ടോ. ഇത് കണ്ടിട്ട് നമുക്കങ്ങനെ നടന്ന് നമ്മുടെ ബേയിലോട്ട് നടന്ന് പോവാൻ. ഇൻഫാക്ട് ടൈം പോകുന്നതേ മനസ്സിലാവുന്നില്ല അവിടെ. ഇൻഫാക്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കോ പാർക്കോ അങ്ങനെ ഉണ്ട് ഇത് കാണാൻ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് കയറേണ്ട സ്ഥലം എത്തി, അതുകൊണ്ട് ഇവിടെ വീഡിയോ നിർത്തുവാണ്. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.